ശാസ്ത്രത്തിലെ ഏറ്റവും ആഴമേറിയ നിഗൂഢതകളിൽ പ്രബലമായ ഒരു വസ്തുത എന്നത് പ്രപഞ്ചം ഒന്നുമില്ലായ്മയിൽ നിന്ന് എങ്ങനെ ഉയർന്നുവരുമെന്ന ചോദ്യമാണ്. ഒറ്റനോട്ടത്തിൽ ഒന്നുമില്ല എന്ന ആശയം ലളിതമായി തോന്നുമെങ്കിലും ദ്രവ്യം, ഊർജം അല്ലെങ്കിൽ സ്ഥലവും സമയവും പോലും ഇല്ലാത്ത ഒരു കേവല ശൂന്യത ആലോചിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ആധുനിക ഭൗതികശാസ്ത്രത്തിലെ കണ്ടെത്തലുകൾ ഈ ദൈനംദിന ധാരണയെ വെല്ലുവിളിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് നമ്മൾ പര്യവേക്ഷണം ചെയ്യുമ്പോൾ യാഥാർത്ഥ്യത്തിന്റെ ഘടന തന്നെ സാമാന്യബുദ്ധിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പെരുമാറുന്നതായി നമുക്ക് കാണാം. ഈ നിഗൂഢതയുടെ ചുരുളഴിയാൻ ക്വാണ്ടം മെക്കാനിക്സിന്റെ വിചിത്രവും ആകർഷകവുമായ ലോകത്തിലേക്ക് നാം തിരിയണം. ഭൗതികശാസ്ത്രത്തിൽ ഒന്നുമില്ല എന്ന ആശയം തോന്നാവുന്നതിലും വളരെ സങ്കീർണമാണ്. വിശാലമായ സ്ഥലശൂന്യതയിൽ പോലും പൂർണ്ണമായ ശൂന്യതയായി തോന്നുന്നത് യഥാർത്ഥത്തിൽ ക്വാണ്ടം പ്രവർത്തനത്താൽ നിറഞ്ഞിരിക്കുന്നു. ഇതിനെ നമ്മൾ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് എന്നറിയപ്പെടുന്ന ഊർജത്തിന്റെ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ നിരന്തരം ഉയർന്നുവരുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഇതിനർത്ഥം സ്ഥലം ഒരിക്കലും യഥാർത്ഥത്തിൽ ശൂന്യമല്ല, പകരം ക്വാണ്ടം തലത്തിൽ ഫ്ലക്ച്വേഷൻസ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. അതിനാൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ നിലവിലെ ധാരണയിൽ കേവലമായ ഒന്നുമില്ലായ്മ എന്ന ആശയം നിലവിലില്ല. ക്വാണ്ടം ഏറ്റക്കുറച്ചിലുകൾ അഥവാ ഫ്ലക്ച്വേഷൻസ് എന്നത് ബഹിരാകാശത്തിന്റെ ഏറ്റവും ശൂന്യമായ പ്രദേശങ്ങളിൽ പോലും സംഭവിക്കുന്ന ഊർജത്തിലെ ഹ്രസ്വവും സ്വയമേവയുള്ളതുമായ മാറ്റങ്ങളാണ്. ക്വാണ്ടം ഭൗതികശാസ്ത്രമനുസരിച്ച് ഒരു ശൂന്യതയായി നാം കാണുന്നത് ഒരിക്കലും യഥാർത്ഥത്തിൽ ശൂന്യമല്ല, പകരം കണികകൾക്കും പ്രതികണികകൾക്കും, അതായത് മാറ്റർ ആൻഡ് ആന്റിമാറ്റർ, പെട്ടെന്ന് പ്രത്യക്ഷമാകുകയും നിലനിൽപ്പിലേക്ക് കടന്നുവന്ന് പിന്നീട് അപ്രത്യക്ഷമാകുന്ന ഒരു ചലനാത്മക അന്തരീക്ഷമാണിത്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഊർജം പ്രത്യക്ഷപ്പെടാനും അപ്രത്യക്ഷമാകാനും അനുവദിക്കുന്ന അനിശ്ചിതത്വ തത്വത്തിന്റെ നേരിട്ടുള്ള അനന്തരഫലമാണ് ഈ ഫ്ലക്ച്വേഷൻസ്. സബ് ആറ്റോമിക് കണങ്ങളുടെ സ്വഭാവം മുതൽ പ്രപഞ്ചത്തിന്റെ ഘടന വരെയുള്ള എല്ലാറ്റിനെയും സ്വാധീനിക്കുന്ന നിരവധി ഭൗതിക പ്രക്രിയകളിൽ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് അടിസ്ഥാന പങ്ക് വഹിക്കും. ഒരു ക്വാണ്ടം ഫ്ലക്ച്വേഷനെ സങ്കല്പിക്കുക. യാഥാർത്ഥ്യത്തിന്റെ ഏറ്റവും ചെറിയ സ്കെയിലുകളിൽ ഊർജത്തിലെ ഒരു ഹ്രസ്വവും സ്വയമേവയുള്ളതുമായ മാറ്റം. സാധാരണയായി അത്തരം ഏറ്റക്കുറച്ചിലുകൾ പ്രത്യക്ഷപ്പെടുകയും തൽക്ഷണം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒന്ന് നടന്നു എന്നതിന്റെ ഒരു തെളിവും അവശേഷിപ്പിക്കില്ല. എന്നിരുന്നാലും ഒരു അസാധാരണമായ ഏറ്റക്കുറച്ചിലുകൾ പ്രതീക്ഷിച്ചതുപോലെ അപ്രത്യക്ഷമാകാതിരിക്കാൻ സാധ്യതയുണ്ട്. പകരം അത് വേഗത്തിൽ വികസിച്ചു നമ്മുടെ പ്രപഞ്ചമായി മാറിയ ഒരു പ്രതിപ്രവർത്തനത്തിന് കാരണമായി. ഈ സംഭവം നമ്മൾ നിരീക്ഷിക്കുന്ന എല്ലാ ദ്രവ്യവും ഊർജവും സൃഷ്ടിക്കുക മാത്രമല്ല, സ്ഥലവും സമയവും സ്വയം അസ്തിത്വത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യാൻ സാധ്യത ഉള്ള ഒരു ചെയിൻ റിയാക്ഷൻ ആകാൻ കാരണമാകാം. ഭൗതികശാസ്ത്ര നിയമങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിൽ പോസിറ്റീവ്, നെഗറ്റീവ് എനർജികൾ തമ്മിലുള്ള ആകർഷകമായ സന്തുലിതാവസ്ഥ വെളിപ്പെടുത്തുന്നു. പോസിറ്റീവ് എനർജി ദ്രവ്യത്തിലും പ്രകാശത്തിലും കാണപ്പെടുന്നു, അതേസമയം ഗുരുത്വാകർഷണം നെഗറ്റീവ് എനർജി സംഭാവന ചെയ്യുന്നു. ശ്രദ്ധേയമായി, ഈ രണ്ട് തരത്തിലുള്ള ഊർജ്ജങ്ങളും പരസ്പരം ഓഫ്സെറ്റ് ചെയ്യാൻ കഴിയും. എല്ലാ ദ്രവ്യത്തിന്റെയും വികിരണത്തിന്റെയും പോസിറ്റീവ് എനർജി ഗുരുത്വാകർഷണത്തിന്റെ നെഗറ്റീവ് എനർജിയിൽ ചേർക്കുമ്പോൾ ആകെ പൂജ്യമായി മാറാം. ഭൗതികശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിക്കാതെ തന്നെ പ്രപഞ്ചം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയർന്നുവന്നിരിക്കാമെന്ന് ഈ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥ സൂചിപ്പിക്കുന്നു. ഒന്നുമില്ല എന്ന ആശയത്തിന് തത്വചിന്തയിലും ശാസ്ത്രത്തിലും വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. തത്വചിന്തയിൽ ഒന്നുമില്ല എന്നത് ഒന്നിന്റെയും പൂർണ്ണമായ അഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഘടകവുമില്ല, ഊർജവുമില്ല, സ്ഥലമോ സമയമോ പോലുമില്ല. ഇതിനു വിപരീതമായി ശാസ്ത്രീയ നിർവചനങ്ങൾ പലപ്പോഴും ഒന്നുമില്ല എന്നത് ഒരു ക്വാണ്ടം വാക്വം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ക്വാണ്ടം ഏറ്റക്കുറച്ചിലുകൾ കാരണം കണികകൾക്കും ഊർജത്തിനും സ്വയമേവ പ്രത്യക്ഷപ്പെടാനും അപ്രത്യക്ഷമാകാനും കഴിയുന്ന ഒരു അവസ്ഥ. പ്രപഞ്ചത്തിന്റെ ഉത്ഭവം പരിഗണിക്കുമ്പോൾ ഈ വ്യത്യാസം പ്രധാനമാണ്. കേവലമായ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയർന്നുവരുന്നതിനു പകരം പ്രപഞ്ചം പൂജ്യം മൊത്തം ഊർജ്ജമുള്ള ഒരു ക്വാണ്ടം അവസ്ഥയിൽ നിന്ന് ഉടലെടുത്തതായിരിക്കാം. അവിടെ ദ്രവ്യത്തിന്റെ പോസിറ്റീവ് എനർജി ഗുരുത്വാകർഷണത്തിന്റെ നെഗറ്റീവ് എനർജിയാൽ സന്തുലിതമാക്കപ്പെട്ടു. പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള നിലവിലെ ശാസ്ത്രീയ ധാരണ നിരവധി പ്രധാന വെല്ലുവിളികളാൽ പരിമിതമാണ്. പ്രപഞ്ചത്തിന്റെ ആരംഭം തന്നെ നമുക്ക് നേരിട്ട് നിരീക്ഷിക്കാൻ കഴിയില്ല, കാരണം ഇന്നത്തെ ഉപകരണങ്ങളുടെ പരിധിക്കപ്പുറമുള്ള സാഹചര്യങ്ങളാൽ ആദ്യകാല നിമിഷങ്ങൾ മറഞ്ഞിരിക്കുന്നു. കൂടാതെ ഏറ്റവും ചെറിയ സ്കെയിലുകളിലും ഉയർന്ന ഊർജ്ജങ്ങളിലും പ്രപഞ്ചത്തെ വിവരിക്കുന്നതിന് അത്യാവശ്യമായ ക്വാണ്ടം ഗുരുത്വാകർഷണത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ഒരു സിദ്ധാന്തം ശാസ്ത്രജ്ഞർക്ക് ഇതുവരെയില്ല. ഈ അങ്ങേയറ്റത്തെ അവസ്ഥകളെ മാതൃകയാക്കാൻ ശ്രമിക്കുമ്പോൾ ഗണിതശാസ്ത്രപരമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു. ഇത് പ്രപഞ്ചത്തിന്റെ ആദ്യകാല നിമിഷങ്ങളുടെ സമഗ്രമായ ഒരു ചിത്രം രൂപപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. പ്രപഞ്ചത്തിന്റെ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസിന്റെ ഉത്ഭവത്തെ ശാസ്ത്രജ്ഞർ ഗൗരവമായി കാണുന്നു, കാരണം ക്വാണ്ടം ഏറ്റക്കുറച്ചിലുകളും നെഗറ്റീവ് ഗുരുത്വാകർഷണ ഊർജവും ഭൗതികശാസ്ത്രത്തിൽ സുസ്ഥാപിതമായ ആശയങ്ങളാണ്. ഈ പ്രതിഭാസങ്ങൾ വിവിധ പരീക്ഷണങ്ങളിൽ നിരീക്ഷിക്കുകയും അളക്കുകയും ചെയ്തിട്ടുണ്ട്. അവയുടെ യഥാർത്ഥ ഫലങ്ങൾ സ്ഥിരീകരിക്കുന്നു.
പ്രധാനമായും ഈ ആശയങ്ങൾക്ക് പിന്നിലെ ഗണിതശാസ്ത്രം ശക്തമാണ്, കൂടാതെ അറിയപ്പെടുന്ന പ്രകൃതി നിയമങ്ങളൊന്നും ലംഘിക്കുന്നില്ല. പ്രപഞ്ചം ഒന്നുമില്ലാതെ എങ്ങനെ ഉയർന്നുവരുമെന്ന് ഈ സൈദ്ധാന്തിക ചട്ടക്കൂട് വിശ്വസനീയമായ ഒരു വിശദീകരണം നൽകുന്നു. ചുരുക്കത്തിൽ, പ്രപഞ്ചത്തിന്റെ ഉത്ഭവം ഒരു ക്വാണ്ടം ഫ്ലക്ച്വേഷനിൽ നിന്ന് ഉത്ഭവിച്ചതാകാം, അവിടെ പോസിറ്റീവ്, നെഗറ്റീവ് ഊർജ്ജങ്ങൾ പരസ്പരം ഈക്വലൈസ് ചെയ്തു സീറോ ആകാതെ ഇരുന്നിരിക്കാം. ബാഹ്യ ഇടപെടലുകളുടെ ആവശ്യമില്ലാതെ തന്നെ ക്വാണ്ടം ഫ്ലക്ച്വേഷനിൽ നിന്ന് സ്വാഭാവികമായി മാറ്റർ ഉയർന്നുവരുമെന്ന് ഈ ശ്രദ്ധേയമായ തിയറി സൂചിപ്പിക്കുന്നു. അത്തരമൊരു വീക്ഷണം പ്രപഞ്ചത്തെ രൂപപ്പെടുത്തുന്നതിൽ ക്വാണ്ടം മെക്കാനിക്സിന്റെ ആഴത്തിലുള്ള പങ്ക് എടുത്തുകാണിക്കുന്നു. ആത്യന്തികമായി പ്രപഞ്ചം തന്നെ ക്വാണ്ടം തലത്തിലെ അടിസ്ഥാന ഊർജ്ജങ്ങളുടെ സൂക്ഷ്മമായ ഇടപെടലിന്റെ ഫലമായിരിക്കാം എന്ന് ഇത് വെളിപ്പെടുത്തുന്നു.